ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളുടെ പേരാണെങ്കിൽ മുണാൽ ഗുപ്ത, അതുപോലെ തന്നെ രാജ്ദേവി. മുണാൽ ഗുപ്തയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫാക്ടറി മാനേജറാണ്, അതിനുശേഷം റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ രാജ്ദേവി ആണെങ്കിൽ ഒരു ഹൗസ് വൈഫാണ്. ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് മക്കളാണുള്ളത്. മൂത്ത ആളുടെ പേര് മോനാണ്, മൂത്ത മോൻ്റെ പേര് അനൂപ് എന്നാണ്. അദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഉണ്ടെങ്കിൽ ഒരു മോളാണ്, പേരാണെങ്കിൽ കോമള. ഇവർ സാധാരണ ഒരു കുടുംബമൊന്നുമല്ല, ഇത്തിരി അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ബട്ട് എന്നാലും നല്ല സന്തോഷത്തോടെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. ഇവരെ വീടെന്ന് ഒരു 2 നില വീടൊക്കെയാണ്. ഇവരെ വീട്ടിൽ ഇപ്പം മകനായിട്ടുള്ള അനൂപ് താമസിക്കുന്ന മുകളിലാണ്. ബാക്കി എന്താ പറയുക, മകളും ഈ അച്ഛനും അമ്മയും എല്ലാം താമസിക്കുന്നതൊക്കെ താഴെയാണ്. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ 2022 ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഈ ഒരു അനൂപ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മകനായിട്ടുള്ള അനൂപ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് വെളിയിൽ നിന്ന് ഭയങ്കര ഡോറിൻ്റെ വെളിയിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്തോ കരയുന്ന കണക്കൊരു സൗണ്ടും തട്ടുന്ന കണക്കൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട് ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഓടി വന്ന് കതവ് തുറന്ന് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ തൻ്റെ അനിയത്തി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദേഹത്ത് മൊത്തം മുറിവ് പാടുകളും രക്തങ്ങളൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് അനിയത്തിയോട് ഈ അനൂപ് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പം പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ വാ പൊത്തിപ്പിടിച്ച് ഞാൻ പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കാണാൻ നമ്മുടെ അച്ഛനെയും അമ്മയും ഉണ്ടെങ്കിൽ വേറെ 2 പേര് കഴുത്തറത്ത് കൊല്ലുന്നതാണ് കണ്ടത്. എന്നിട്ട് അലമാരിയിൽ ഇരുന്ന് സ്വർണവും പണമൊക്കെ എടുത്തുകൊണ്ട് അവർ ഓടിപ്പോയെന്ന് പറയുകയാണ്. ഇത് കേട്ട് അനൂപ് ഭയങ്കരമായിട്ട് പേടിക്കുന്നു. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യാതെ താഴെ ഓടി ചെന്ന് റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നോക്കിയപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രക്തത്തിൽ കുളിച്ച് മരിച്ച നിലയിലാണ് കണ്ടത്. ഇത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് അനൂപ് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് അടുത്ത് ഉള്ള അയൽവക്കക്കാരൊക്കെ ഓടിക്കൂടിയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ആ അയൽവക്കക്കാർ പോലീസിനെ വിളിച്ച് പറയുകയും അവരുണ്ടെങ്കിൽ വന്നിട്ട് വരികയാണ് ചെയ്തത്. വന്നതിന് ശേഷം ചെക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്തതിന് ശേഷം അനൂപിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ഇന്ന കണക്ക് കാര്യങ്ങൾ പറയുന്നു. കാരണം ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് അനിയത്തിയുടെ സൗണ്ട് കേട്ടത്. വെളിയിൽ വന്നപ്പോൾ ഇതേ കണക്ക് അനിയത്തി കരഞ്ഞുകൊണ്ടും നിൽക്കുന്നു. അതുപോലെ തന്നെ ദേഹത്ത് മൊത്തം ചോരയും കീറിയ പാടുകളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ താഴെ വന്ന് നോക്കിയപ്പോൾ അച്ഛനും അമ്മയും ഇതേ കണക്ക് മരിച്ച നിലയിൽ കിടക്കുന്നു. അപ്പം അനിയത്തിയടുത്ത് പോലീസുകാർ ഈ ഒരു കോമണിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പം അനിയത്തി ഇതേ കണക്ക് പറയുന്നു, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്, ഇതേ കണക്ക് സംഭവം എന്നൊക്കെ പറയുന്നു. പോലീസ് അപ്പോഴത്തേന് ഈ അനൂപിനോട് കാര്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേന് അനൂപ് പറഞ്ഞത് എൻ്റെ ഭാര്യയായിട്ടുള്ള അവരെ വീട്ടുകാരോട് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം അവരിനി എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തേന് പോലീസുകാർ അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും അനൂപ് പറഞ്ഞൊരു കാര്യം, ഞാനുണ്ടെങ്കിൽ സോണിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു. ആ ഒരു കല്യാണം കഴിച്ച സമയത്തുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള തകരാറൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടുകാർ മറച്ചു വെച്ചാണ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ വശപശക് തോന്നിയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതേ കണക്ക് അന്വേഷിച്ചപ്പോഴാണ് ഇതേ കണക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് കേട്ടത് ഞാനും ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ ബ്രേക്കായിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു കുട്ടി വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് 50 ലക്ഷം നഷ്ടപരിഹാരമായിട്ട് തരണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരൊരു ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഇതേ കണക്ക് വിളിച്ച് ഇതേ കണക്ക് ഇത്രയും രൂപ തരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ അവരാണോ ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അത് പോലീസ് എന്ത് ചെയ്തു, അത് നോക്കാമെന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ ഫോറൻസിക്കിന് അയച്ചു കൊടുത്ത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചു കൊടുത്തു. അതിനുശേഷം ഈ അവരുടെ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് മകനായിട്ടുള്ള അനൂപിൻ്റെ റൂം ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ അവിടെ റൂമിൻ്റെ മുമ്പിലായിട്ട് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്ത് കണക്ക് വെച്ചേക്കുന്നു. അപ്പോഴത്തേന് അനൂപിനെ എടുത്ത് ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേന് അനൂപ് പറഞ്ഞൊരു കാര്യം, ഇന്നലത്തെ രാത്രിയിലത്തെ ഫുഡ് എനിക്ക് ശരിയായില്ല, അതുകൊണ്ടാണ് ഒമിറ്റ് ചെയ്ത്. ഞാൻ പിന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് രാവിലെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. പോലീസുകാർ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇനി ആരാണ്, മറ്റേ ഒരു വീട്ടുകാരാണോ ചെയ്തതെന്ന് അന്വേഷണം ആ ഒരു വഴിക്കും പോകുന്നുണ്ട്. അതേ കണക്ക് എന്ത് ചെയ്യുന്നു, അടുത്തെങ്ങാനും CCTV ക്യാമറ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു വീട്ടിലായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു CCTV ക്യാമറ കാണുന്നത്. അത് ചെക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വ്യക്തി രാത്രി ഇങ്ങനെ മുഖമൊക്കെ മറച്ചുകൊണ്ട് ഇവരെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കണ്ടു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് പോവുകയും ചെയ്തു.
പക്ഷേ ഈ ഒരു സംഭവം നടന്നു, ഈ ഒരു വ്യക്തി വന്നത് ഒരു 12 മണിക്കാണ്. 12:45 ആയപ്പം തന്നെ ഒരു 1 മണിക്ക് അടുത്തുണ്ടെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു കോമളെന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തൻ്റെ സഹോദരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് 2 മണി അടുപ്പിച്ചാണ്. സോ അപ്പോഴത്തേനും അതെന്ത് അത്രയും നേരം, ആ പോയതിന് ശേഷമാണോ ഇത്രയും നേരം എടുത്തോ എന്താണെന്നുള്ള കാര്യം പോലീസിന് ഡൗട്ട് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്ന ആ ഒരു ബോഡിയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു ഛർദ്ദിച്ച ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് പോയി അതിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതായിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു പേരൻസ് അവരിത് കഴിച്ചതായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഛർദ്ദിച്ച ആ ഒരു വൊമിറ്റ് ചെയ്ത് അത് എടുത്തുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ ഒരു സ്ലീപ്പിംഗ് പിൽസിൻ്റെ ഒരു അംശം കണ്ടെത്തി. സോ ഇത് കണ്ടെത്തിയപ്പോഴത്തേന് പോലീസുകാരന് ഏകദേശം ഉറപ്പായി ഈ ഒരു കോമൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളൊരു കാര്യം. സോ അതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു കോമളിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് പോലീസുകാർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമൾ എന്ന് പറയുന്നത് ഈ ഒരു മുണാൽ ഗുപ്തയുടെ അതുപോലെ തന്നെ രാജദേവിയുടെയും ഒന്നും മകളോ ഒന്നും തന്നെയല്ല. അതുപോലെ തന്നെ ഈ ഒരു അനൂപിൻ്റെ സഹോദരിയല്ല. ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്ത് ഇവർ ദത്തെടുത്ത് വളർത്തിയതാണ്. അനൂപിന് ശേഷം ഒരു കുട്ടിക്ക് ഇവർക്ക് ജന്മം നൽകാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി എടുത്ത് വളർത്താമെന്ന് പറഞ്ഞാണ് ഈ ഒരു കോമളിനെ എടുത്ത് വളർത്തുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കോമളിനെ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധുക്കളൊക്കെ ഇതിനെക്കുറിച്ച് ഈ ഒരു കോമളിനോട് പറയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോമളിൻ്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു, നിനക്ക് ഈ ഒരു സ്വത്തിലൊന്നും അവകാശമില്ല, ഇതെല്ലാം അനൂപിനാണ് സ്വന്തം. ഈ ബന്ധുക്കാർ ഇവരോട് ഈ ഒരു കോമളിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ പോലും ഈ ഒരു വീട്ടുകാരെ ഈ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ ഒരു കോമളിനെ സ്വന്തം മോളെ പോലെ തന്നെയാണ് വളർത്തിയത്. സോ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ എല്ലാം വാങ്ങിച്ചു കൊടുക്കുക എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കോമൾ ഈ ഒരു ഇവരെ ബന്ധുവിൻ്റെ വീട് അടുത്തുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിയറായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അവൻ ഉണ്ടെങ്കിൽ ഗോവയിൽ ഈ ഒരു മെഡിക്കൽ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. അതിനുശേഷം ഫോൺ കോൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഇഷ്ടത്തിലും ശാരീരിക എല്ലാം ഏർപ്പെട്ടിങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രാഹുലിൻ്റെ അനിയൻ്റെ അടുത്ത് ഈ ഒരു രാഹുൽ വിളിച്ച് പറയും. അതായത് അനിയൻ്റെ പേര് രോഹിത് എന്നാണ്. രോഹിത്തിൻ്റെ അടുത്ത് വിളിച്ച് പറയും, ഇതേ കണക്ക് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരാം, നീ എന്ത് ചെയ്തു കോമളിന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കോമൾ ഉണ്ടെങ്കിൽ ഈ ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ രോഹിത് ഇത് കൊണ്ടു കൊടുക്കും. അങ്ങനെ ദിവസങ്ങളോട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ഈ ഒരു കോമളിന് ഈ ഒരു രോഹിത്തിനോട് ഇഷ്ടം തോന്നുന്നു, ആ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നു. ഇങ്ങനെ രണ്ട് സൈഡ് ട്രയാങ്കിൾ മോഡൽ ഒരു ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു രാഹുൽ വിളിച്ചു പറഞ്ഞ് നമുക്ക് കല്യാണമൊക്കെ കഴിക്കാമെന്ന് പറയുന്നു, ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ ഒരു കോമൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നീ എന്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തോ ഒന്നുമില്ല, എൻ്റെ വീട്ടുകാരെ പറ്റി അറിയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു രാഹുൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, എന്നാൽ ഓക്കെ നമുക്കെന്നാൽ ഒളിച്ചോടി പോകാമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഈ ഒരു കോമൾ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ നടന്നാൽ ശരിയാവത്തില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സ്വത്തും ഒന്നും കിട്ടത്തില്ല, നിൻ്റെ കൂടെ വന്ന് എനിക്ക് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും എല്ലാ സ്വത്തും അനൂപിന് കൊടുക്കും, എനിക്ക് അവന് ഇഷ്ടമല്ല, എൻ്റെ ചേട്ടനാണെങ്കിൽ പോലും എന്ന് പറയുന്നു. സോ ഇതിനു വേണ്ടി ഒരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ടെന്ന് ഈ ഒരു കോമൾ ഈ ഒരു രാഹുലിനോട് കാര്യങ്ങൾ പറയുന്നു. നമുക്കിവരെ 3 പേരെ അങ്ങ് കൊന്നുകളയാമെന്ന് പറയുന്നു. ഇത് കേട്ട രാഹുൽ ഭയങ്കരമായിട്ട് പേടിച്ച്, എന്തിനാ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇത് കോമൾ സമ്മതിക്കുന്നേ ഇല്ല. പക്ഷേ രാഹുലും ഇത് എതിർത്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോയി അവസാനം എന്ത് ചെയ്യുന്നത്, രാഹുലും ഇതിനെ സമ്മതിക്കുന്നു. സോ രാഹുൽ പ്ലാൻ ഇട്ടേന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇത് കണക്കൊരു സ്ലീപ്പിംഗ് പിൽസ് ഇവർക്ക് 3 പേർക്കും ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാം. അതിനുശേഷം എൻ്റെ സഹോദരനായിട്ടുള്ള രോഹിത് വന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ എല്ലാവരെയും കഴുത്തറുത്ത് കൊല്ലും. അതിനുശേഷം നീ മാത്രമേ ജീവനോടെ കാണത്തുള്ളൂ. അപ്പം പോലീസിനോടും അതുപോലെ നാട്ടുകാരോടുത്ത് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചേട്ടൻ ഇതേ കണക്ക് ചേട്ടൻ്റെ ഭാര്യ കുടുംബം ഇതേ കണക്ക് പൈസ 50 ലക്ഷം ചോദിച്ച് ഇതേ കണക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. സോ അത് ഈ ഒരു ചേട്ടൻ അച്ഛനും അമ്മയെടുത്ത് 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിയും വഴക്കൊക്കെ ആവും. അതിൽ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യുന്നു, അവരെ വെട്ടിക്കൊല്ലുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ചേട്ടൻ സൂയിസൈഡ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു, ഇവർ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഈ ഒരു സ്ലീപ്പിംഗ് പിൽസൊക്കെ ഒപ്പിച്ചതിന് ശേഷം ഇതേ കണക്ക് ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുന്നു. അതേ കണക്ക് അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, ഈ ഒരു രോഹിത് വെളിയിൽ വന്ന് നിൽക്കുന്നു. വന്നതിന് ശേഷം ആ ഒരു രോഹിത് വീടിനകത്ത്
കയറുകയും ചെയ്തു. കയറിയതിന് ശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ആദ്യമേ ഒരു ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ചെല്ലുന്നു. അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഉറങ്ങിക്കിടക്കുവാണ്, സ്ലീപ്പിംഗ് പിൽസൊക്കെ കഴിച്ചിട്ട്. സോ അവരെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം മുകളിലത്തെ റൂമിൽ ഈ ഒരു ചേട്ടനെ കൊല്ലാൻ വേണ്ടി ഇവർ മുകളിലേക്ക് കയറിപ്പോയപ്പോഴാണ് ഈ ഒരു റൂമിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു അനക്കം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴത്തേനും ഇവർക്ക് മനസ്സിലായി ഈ ഒരു ഗുളിക അവർക്ക് എന്ത് ചെയ്ത് ഈ ഒരു അനൂപിനെ ഏറ്റിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം അകത്ത് തള്ളി തുറന്ന് കയറി കഴിഞ്ഞാലും പ്രശ്നമാവത്തേ ഉള്ളൂ. നിലവിളിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ഓടിക്കൂടും, അയൽവക്കത്തുകാരൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കോമളിന് ഇതേ കണക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇതേ കണക്ക് ഞാൻ എന്താ പറയുക വീട്ടിൽ കക്കാൻ കയറി അച്ഛനും അമ്മയും കൊന്നു, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഈ ഒരു സഹോദരനോട് പറയാമെന്ന് പറയുന്നത്. സോ ഇതേ കണക്ക് പ്ലാൻ ചെയ്ത് ഈ ലോകത്ത് വീട്ടിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. സോ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിന് ശേഷം ഈ ഒരു കോമളിനും ആ ഒരു ബാക്കി രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവർക്കുള്ള ശിക്ഷയും കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോഴത്തേന് എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധുക്കളുടെ കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഉള്ള വിഷം കുത്തിവെക്കുന്ന ഒരു മെയിനായിട്ടൊരു കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ കുട്ടിയോട് ദേഷ്യം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് വളർത്തിയ വീട്ടുകാരെ തന്നെ ഈ ഒരു പൈസയ്ക്ക് വേണ്ടി കൊല്ലുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഈ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. സോ ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തുള്ള അടുത്ത ഒരു ക്രൈം സ്റ്റോറി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി, എന്നാലേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.